എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരികളും ചിരവൈരികളുമായ രണ്ട് വമ്പന്മാർ ആതിഥേയരായ ഇംഗ്ലണ്ടും ക്രിക്കറ്റ് ലോകത്തെ മഹാശക്തിയായ ഇന്ത്യയും തമ്മിലുള്ള ഈ മൂന്നാമത്തെയും നിർണായകവുമായ ഹൈ വോൾട്ടേജ് T20 പോരാട്ടത്തിനായി നോട്ടിംഗ്ഹാമിലെ ചരിത്രപ്രസിദ്ധവും മനോഹരവുമായ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ നേർക്കുനേർ വന്നപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ചരിത്രത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന റണ്ണുകളുടെ ഒരു മഹാപ്രളയത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യർ ടോസ് നേടുകയും ബാറ്റർമാരുടെ പറുദീസയായി അറിയപ്പെടുന്ന ട്രെന്റ് ബ്രിഡ്ജിലെ തികച്ചും പരന്നതും കടുപ്പമേറിയതുമായ പിച്ചിൽ ആദ്യം ബൗൾ ചെയ്യുക എന്ന അങ്ങേയറ്റം ധീരവും തന്ത്രപരവുമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ക്യാപ്റ്റൻ അയ്യരുടെ ഈ തീരുമാനത്തെ വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇംഗ്ലണ്ടിനായി ഇന്നിംഗ്സ് തുടക്കാൻ മൈതാനത്തേക്കെത്തിയത് അവരുടെ ഏറ്റവും അപകടകാരികളും സ്ഫോടനാത്മക ശൈലിയുള്ളവരുമായ രണ്ട് ഓപ്പണിംഗ് ബാറ്റർമാരായ ഫിൽ സോൾട്ടും ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറുമായിരുന്നു. ഇരുവരും ക്രീസിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഇന്ത്യൻ ബൌളർമാർക്കെതിരെ തികച്ചും നിർദ്ദയവും ക്രൂരവും വിനാശകരവുമായ ഒരാക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇന്ത്യയുടെ സ്റ്റാർ എക്സ്പ്രസ് ഫാസ്റ്റ് ബൌളർ അർഷ്ദീപ് സിംഗ് എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിലെ മൂന്നാമത്തെ ലെങ്ത് ഡെലിവറിയിൽ തന്നെ ഫിൽ സോൾട്ട് തന്റെ ശരീരത്തിന്റെ മുഴുവൻ കരുത്തും പ്രകടിപ്പിച്ചു. മുൻപോട്ടാഞ്ഞ് മിഡ് ഓഫിന് തൊട്ടരികിലൂടെ അതിമനോഹരവും കരുത്തുറ്റതുമായ ഒരു ബൗണ്ടറി പായിച്ച് ഇംഗ്ലണ്ടിന്റെ അക്കൗണ്ട് തുറന്നു. സോൾട്ട് അവിടെയും നിന്നില്ല. അതേ ഓവറിലെ അഞ്ചാമത്തെ പന്തിന്റെ ഗതി കാറ്റിൽ വെച്ച് തന്നെ കൃത്യമായി മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ ശക്തമായ ബാക്ക് ഫൂട്ടിലേക്ക് മാറി പോയിന്റിന് പിന്നിലൂടെ അതിമനോഹരമായ മറ്റൊരു സ്ക്വയർ കട്ട് കളിച്ച് തുടർച്ചയായ രണ്ടാമത്തെ ബൗണ്ടറിയും സ്വന്തമാക്കി. മറുഭാഗത്ത് ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോസ് ബട്ട്ലറും ക്രീസിലെത്തിയ ഉടൻ തന്നെ റണ്ണൊഴുക്കിന്റെ വേഗത ആകാശത്തോളം ഉയർത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം തന്റെ ശക്തമായ ചുമലുകളിലേക്ക് ഏറ്റി. ഈ നിർണായക മത്സരത്തിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരക്കാരനായി പ്ലേയിംഗ് 11-ൽ ഇടം നേടിയ യുവ എക്സ്പ്രസ് ഗൺ ഹർഷിത് റാണ തന്റെ ആദ്യ ഓവർ എറിയാനെത്തിയപ്പോൾ മണിക്കൂറിൽ 134 കിലോമീറ്റർ വേഗത്തിൽ വന്ന അദ്ദേഹത്തിന്റെ കണിശമായ ലെങ്ത് ബോളിനെ മിന്നൽ വേഗത്തിലാണ് സ്ട്രൈക്കിംഗ് എൻഡിലുണ്ടായിരുന്ന ജോസ് ബട്ട്ലർ നേരിട്ടത്. കാൽ പിന്നോട്ട് വലിച്ച് തന്റെ കൈകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പന്തിന്റെ വേഗതയെ സമർത്ഥമായി ഉപയോഗിച്ച അദ്ദേഹം കവറുകൾക്കിടയിലുള്ള വിടവിലൂടെ അതിമനോഹരമായ മറ്റൊരു ബൗണ്ടറി കൂടി സ്വന്തമാക്കി. ബട്ട്ലറുടെ ഈ രൗദ്രഭാവം അവിടെയും അവസാനിച്ചില്ല. തൊട്ടടുത്ത പന്തിൽ പടുത്ത സമ്മർദ്ദത്തിലായ ഹർഷിത് റാണ ഓഫ് സ്റ്റമ്പിന് ഏറെ പുറത്തായി അല്പം കൂടി വൈഡാൽ പന്തെറിയുന്ന ഗുരുതരമായ തെറ്റ് വരുത്തി. ഇതിന്റെ പൂർണ്ണ ഫലം കൊയ്ത ബട്ട്ലർ തന്റെ പിൻകാൽ പിച്ചിൽ അല്പമൊന്ന് വളച്ച് ബാറ്റിന്റെ കൃത്യം നടുക്കായി പന്ത് കൊള്ളിച്ചുകൊണ്ട് എക്സ്ട്രാ കവർ ബൗണ്ടറിക്ക് മുകളിലൂടെ ഭയാനകമായ വിധം ഉയർന്നു പൊങ്ങിയ അതിഗംഭീരമായ ഒരു സിക്സർ പറത്തി. ആ കൂറ്റം പ്രഹരത്തിന്റെ ശബ്ദം സ്റ്റേഡിയത്തിൽ ആകെ മാറ്റൊലിക്കൊള്ളുകയും ഗാലറിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ഇംഗ്ലീഷ് ആരാധകരെ ആവേശത്തിന്റെ കൊടിമുടിയിലെത്തിക്കുകയും ചെയ്തു. യാതൊരു ഭയവുമില്ലാത്ത ഈ രണ്ട് ഓപ്പണിംഗ് ബാറ്റർമാരും മൈതാനത്തിന്റെ നാലുപാടും ബൗണ്ടറികളുടെയും സിക്സറുകളുടെയും വിനാശകരവും നിർദ്ദയവുമായ ഒരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. ആദ്യ 6 ഓവറുകളുടെ പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മൈതാനത്ത് തികച്ചും നിസ്സഹായനും നിരാശനുമായി കാണപ്പെട്ടു. വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇംഗ്ലണ്ട് സ്കോർ ബോർഡിൽ 74 റൺ എന്ന കൂറ്റൻ സംഖ്യയാണ് പടുത്തുയർത്തിയത്. ഇംഗ്ലണ്ടിന്റെ ഈ സ്ഫോടനാത്മകമായ തുടക്കത്തിനു ശേഷം റണ്ണൊഴുക്കിന് കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ പ്രധാന മിസ്റ്ററി ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയി 8ാം ഓവർ എറിയാനെത്തിയപ്പോഴും മറുഭാഗത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞ ഫിൽ സോൾട്ട് തന്റെ ആക്രമണോത്സവമായ ലക്ഷ്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു. ബിഷ്ണോയി കാറ്റിൽ അല്പം ഫ്ലൈറ്റ് നൽകിക്കൊണ്ടെറിഞ്ഞ പന്തിൽ തന്റെ കണ്ണുകളുടെ അവിശ്വസനീയമായ ഏകാഗ്രത പ്രകടിപ്പിച്ച സോൾട്ട് അതിവേഗം പിച്ചിന്റെ പകുതിയോളം ഇറങ്ങിച്ചെന്ന് തന്റെ മാന്ത്രികമായ കൈക്കുഴകളുടെയും ശരീരത്തിന്റെയും മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഡൌൺ ദ ഗ്രൗണ്ടിൽ ആകാശത്തേക്ക് പറന്നുയർന്ന മറ്റൊരു കൂറ്റൻ സിക്സർ കൂടി നേടി. ഈ അതിശക്തമായ പ്രഹരത്തോടെ ഇന്ത്യൻ ബൌളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞുകൊണ്ട് ഫിൽ സോൾട്ട് വെറും 23 പന്തുകൾക്കുള്ളിൽ ഈ പരമ്പരയിലെ തന്റെ ഏറ്റവും വേഗത്തിലും ചരിത്രപരവുമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഇംഗ്ലീഷ് ഡ്രസ്സിംഗ് റൂം മുഴുവൻ എഴുന്നേറ്റു നിന്നാണ് ഈ നേട്ടത്തെ അഭിനന്ദിച്ചത്. എന്നാൽ ഒടുവിൽ 10ാം ഓവറിൽ മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ഇന്ത്യക്ക് അത്യാപേക്ഷിതമായിരുന്ന ആ വലിയ നേട്ടം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്തു. കടുത്ത സമ്മർദ്ദത്തിന്റെ ആ നിമിഷങ്ങളിൽ ഇന്ത്യയുടെ ഇടം കയ്യൻ സ്റ്റാർ ഫാസ്റ്റ് ബൌളർ അർഷ്ദീപ് സിംഗ് ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് നടത്തിയത്. തന്റെ റണ്ണപ്പിൽ നിന്ന് ഓടിയെത്തി മണിക്കൂറിൽ 142 കിലോമീറ്റർ വേഗത്തിൽ അത്യന്തം അപകടകരവും എന്നാൽ കൃത്യതയാർന്നതുമായ ഒരു ഷോട്ട് ഓഫ് ലെങ്ത് ഡെലിവറി അദ്ദേഹം അകത്തേക്ക് ആംഗിൾ ചെയ്തെറിഞ്ഞു. 73 പന്തുകളിൽ നിന്ന് 6 മനോഹരമായ ബൗണ്ടറികളും 4 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 75 റണ്ണെടുത്ത് ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി മൈതാനത്ത് വിനാശം വിതച്ചുകൊണ്ടിരുന്ന ഫിൽ സോൾട്ട് അധിക ബൗൺസ് ലഭിച്ച ഈ പന്തിലും ബാക്ക് ഫൂട്ടിൽ നിന്ന് ഒരു വലിയ പുൾ ഷോട്ടിന് ശ്രമിച്ചു. എന്നാൽ ഇത്തവണ പന്ത് പിച്ചിൽ കൊത്തിയതിനു ശേഷം അമിത വേഗത്തിൽ ഉയർന്നതിനാൽ ടൈമിംഗ് പൂർണ്ണമായും പിഴച്ച സോൾട്ടിന്റെ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി പന്ത് അന്തരീക്ഷത്തിലേക്ക് അത്യുന്നതങ്ങളിൽ ഉയർന്നു പൊങ്ങി. ഡീപ് മിഡ് വിക്കറ്റ് ബൗണ്ടറി ലൈനിൽ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരുന്ന ഇന്ത്യയുടെ യുവ ഫീൽഡർ തിലക് വർമ്മ കാറ്റിൽ പന്തിന്റെ ഗതിയിൽ നിന്ന് കണ്ണെടുക്കാതെ പിന്നോട്ട് നീങ്ങി തന്റെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ ഒട്ടും നഷ്ടപ്പെടുത്താതെ തലയ്ക്ക് മുകളിൽ അങ്ങേയറ്റം അനായാസവും സുരക്ഷിതവുമായി ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കുകയും ഫിൽ സോൾട്ടിന്റെ വിനാശകരമായ ഇന്നിംഗ്സിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഈ വിക്കറ്റ് വീഴ്ച ഇന്ത്യൻ പാളയത്തിൽ പുതിയൊരു ആഘോഷത്തിനാണ് തിരികൊളുത്തിയത്. സോൾട്ട് പുറത്തായതിനു ശേഷം 3ാം നമ്പറിലെ നിർണായക സ്ഥാനത്ത് ക്രീസിലെത്തിയ ഹാരി ബ്രൂക്ക് ജോസ് ബട്ട്ലറുമായി ചേർന്ന് ഇന്ത്യൻ ബൌളർമാരുടെ ദിശ തെറ്റിയ പന്തുകളെ അക്ഷരാർത്ഥത്തിൽ കീറി മുറിക്കുകയായിരുന്നു. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരായ അക്ഷർ പട്ടേലിനും വരുൺ ചക്രവർത്തിക്കുമെതിരെ ഈ രണ്ട് ബാറ്റർമാരും അത്യന്തം ക്രൂരമായ ഒരു പ്രത്യാക്രമണമാണ് അഴിച്ചുവിട്ടത്. 11ാം ഓവറിലെ ആദ്യ
ആദ്യ പന്തിൽ തന്നെ തന്റെ കാൽമുട്ട് പിച്ചിൽ കുട്ടിക്കൊണ്ട് അതിശക്തമായ ഒരു സ്ലോഗ് സ്വീപ്പിലൂടെ ഡീപ് സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ 95 മീറ്റർ ദൈർഘ്യമുള്ള ഭീമാകാരമായ സിക്സറാണ് ഹാരി ബ്രൂക്ക് പറത്തിയത്. അതേ ഓവറിലെ നാലാമത്തെ പന്തിൽ ജോസ് ബട്ട്ലറും ഒരു ഷോർട്ട് വൈഡ് ഡെലിവറിയിൽ ബാക്ക് ഫുട്ടിൽ നിന്ന് കവറുകൾക്കിടയിലൂടെ മറ്റൊരു തകർപ്പൻ ബൗണ്ടറി കൂടി സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ടീം ഇപ്പോൾ അതിവേഗം ഒരു കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്നു. ശിവം ദുബെയുടെ ഓവറിൽ പോയിന്റിൽ വെച്ച് തികച്ചും എളുപ്പമുള്ളൊരു ക്യാച്ച് നിലത്തിടുകയും പന്ത് ബൗണ്ടറി കടക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ ടീമിന്റെ ഗ്രൗണ്ട് ഫീൽഡിംഗിലെ സമ്മർദ്ദം വ്യക്തമായി കാണാമായിരുന്നു. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും റണ്ണുകളുടെ വെടിക്കെട്ട് തീർത്തുകൊണ്ട് ജോസ് ബട്ട്ലർ വെറും 31 പന്തുകളിൽ നിന്ന് തന്റെ കരുത്തുറ്റ സെഞ്ചുറി പൂർത്തിയാക്കി. അതിനുശേഷമാണ് വരുൺ ചക്രവർത്തിയുടെ ഒരു ക്യാരം ബോളിൽ അദ്ദേഹം പുറത്താവുന്നതിന് മുൻപ് 108 റണ്ണിന്റെ ചരിത്രപരവും വീരോചിതവുമായ ഒരു ഇന്നിംഗ്സാണ് ബട്ട്ലർ കാഴ്ചവെച്ചത്. അവസാന ഓവറുകളിൽ സാം കരൻ നേടിയ 26 റണ്ണും വിൽ ജാക്സിന്റെ 21 റണ്ണും ഇംഗ്ലണ്ട് സ്കോറിംഗ് നിരക്കിന് കൂടുതൽ വേഗത പകർന്നു. ഇതോടെ നിശ്ചിത 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺ എന്ന പർവ്വത സമാനമായ ഭീമാകാരമായ സ്കോർ പടുത്തുയർത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. ഇത് ഇന്ത്യൻ ബാറ്റർമാർക്ക് മുന്നിൽ 11.35 എന്ന അത്യന്തം കഠിനവും എവറസ്റ്റ് കീഴടക്കുന്നതിന് തുല്യവുമായ ഒരു വിജയലക്ഷ്യമാണ് മുന്നോട്ടുവെച്ചത്. ഭയാനകവും പർവ്വതസമാനവുമായ ഈ 227 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരാനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് ജോഗിയായ ഓപ്പണർ അഭിഷേക് ശർമ്മയും അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൻസേഷനും റൺ മെഷീനുമായ യുവതാരം വൈഭവ് സൂര്യവംശിയും മൈതാനത്തേക്കിറങ്ങിയപ്പോൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് മൈതാനത്ത് റണ്ണുകളുടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പ്രളയവും ചരിത്രപരമായ ചുഴലിക്കാറ്റുമാണ് ആഞ്ഞടിച്ചത്. ഇത് ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ മുഴുവൻ പാളയത്തെയും അവരുടെ ബൌളർമാരെയും പൂർണ്ണമായും വിയർപ്പിച്ചു. ഇന്ത്യയുടെ ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാനെത്തിയ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഫാസ്റ്റ് ബൌളർ ജോഫ്ര ആർച്ചർ തന്റെ സ്പെല്ലിലെ രണ്ടാമത്തെ പന്ത് ഓഫ് സ്റ്റംപിന്റെ ലൈനിൽ അല്പം ഓവർ പിച്ചായി എറിയുന്ന ഗുരുതരമായ തെറ്റുവരുത്തിയ നിമിഷം തന്നെ സ്ട്രൈക്കിംഗ് എൻഡിലുണ്ടായിരുന്ന അഭിഷേക് ശർമ്മ തന്റെ ഗംഭീരമായ ക്ലാസ് ലോകത്തിന് കാണിച്ചുകൊടുത്തു. അദ്ദേഹം തന്റെ മുൻകാൽ ശക്തമായി പുറത്തേക്ക് വെച്ച് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മനോഹരമായി നിലനിർത്തിക്കൊണ്ട് പന്തിന്റെ പിച്ചിലെത്തി മിഡ് ഓഫിന് തൊട്ടരികിലൂടെ ഇൻഫീൽഡിലെ ഫീൽഡർമാരെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് അതിമനോഹരവും ക്ലാസിക്കുമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ അതിഗംഭീരമായ ഒരു ബൗണ്ടറി പായിച്ചു. ഈ മാന്ത്രിക ഷോട്ടിനൊപ്പം തന്നെ ഇന്ത്യൻ ടീമിന്റെ അക്കൗണ്ട് അങ്ങേയറ്റം ഗംഭീരമായ ശൈലിയിൽ തുറക്കപ്പെട്ടു. ഈ ആദ്യ പ്രഹരത്തിൽ തന്നെ ജോഫ്ര ആർച്ചർ പൂർണ്ണമായും സ്തബ്ധനാവുകയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ പാളയത്തിലെ ആഘോഷങ്ങൾ അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മറുഭാഗത്ത് ക്രീസിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള തന്റെ ആക്രമണോത്സുകമായ ലക്ഷ്യങ്ങൾ വൈഭവ് സൂര്യവംശിയും പൂർണ്ണമായി വ്യക്തമാക്കി. ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയരത്തിലും വേഗതയിലുമുള്ള ബൌളർമാരിലൊരാളായ ജോഷ് ടങ് ഇന്നിംഗ്സിലെ രണ്ടാമത്തെ ഓവർ എറിയാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വേഗതയേറിയതും കുത്തിത്തിരിയുന്നതുമായ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ തന്റെ ബാക്ക് ഫുട്ട് ഉപയോഗിച്ച വൈഭവ് കണ്ണുകളുടെ അപാരമായ ഏകാഗ്രതയോടെ പോയിന്റിന് തൊട്ടുപിന്നിലൂടെ വെടിയുണ്ടയുടെ വേഗതയിൽ പോകുന്ന വിസ്മയകരമായ ഒരു സ്ക്വയർ കട്ട് കളിച്ച് അതിമനോഹരമായ ഒരു ബൗണ്ടറി സ്വന്തമാക്കി. തൊട്ടടുത്ത പന്തിൽ തന്നെ മത്സരത്തിലേക്ക് തിരിച്ചുവരാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ ജോഷ് ടങ് തന്റെ ലെങ്ത് അല്പം കൂടി പിന്നോട്ട് വലിച്ച് തീപ്പൊരി പാറുന്ന ഒരു ബൗൺസർ എറിയാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും രൗദ്രഭാവം പൂണ്ടിരുന്ന വൈഭവ് സൂര്യവംശി പന്തിന്റെ ലെങ്തും വേഗതയും വളരെ വേഗം തന്നെ തിരിച്ചറിഞ്ഞു. ക്രീസിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ കൈക്കുഴകൾ അത്ഭുതകരമായി ഉപയോഗിച്ച അദ്ദേഹം അത്യുജ്വലമായ ഒരു ഷോർട്ട് ആം പുൾ ഷോട്ട് കളിച്ച് സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ ആകാശത്തേക്ക് പറന്നുയർന്ന അതിഗംഭീരമായ ഒരു സിക്സർ പായിച്ചു. ഗാലറിയിലുണ്ടായിരുന്ന ഇന്ത്യൻ ആരാധകരെ മുഴുവൻ ആവേശത്തിന്റെ കൊടിമുടിയിലെത്തിച്ചെന്ന നിമിഷമായിരുന്നു അത്. ഈ രണ്ട് ഓപ്പണിംഗ് ബാറ്റർമാരും മൈതാനത്തിന്റെ 4 ഭാഗത്തും ബൗണ്ടറികളുടെയും സിക്സറുകളുടെയും വിനാശകരവും നിർദ്ദയവുമായ ഒരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. ആദ്യ 6 ഓവറുകളുടെ പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പൂർണ്ണമായും നിസ്സഹായനും നിരാശനുമായി മാറുകയും വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഇന്ത്യ 88 റൺസ് എന്ന കൂറ്റൻ സംഖ്യ മറികടക്കുകയും ചെയ്തു. അഭിഷേക് ശർമ്മ ഇന്ന് വളരെ വലുതും ചരിത്രപരവുമായ ഒരു സ്കോറിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ബൌളർമാരുടെ ലൈനും ലെങ്തും പൂർണ്ണമായും തകർത്തെറിഞ്ഞ അദ്ദേഹം നേരിട്ട വെറും 16 പന്തുകളിൽ നിന്ന് 4 മികച്ച ബൗണ്ടറികളുടെയും 3 കൂറ്റൻ സിക്സറുകളുടെയും പിൻബലത്തിൽ 40 റൺസിന്റെ അങ്ങേയറ്റം മനോഹരമായ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. എന്നാൽ അതിനുശേഷം സ്പിന്നർ ആദിൽ റഷീദിന്റെ ഒരു ഗൂഗ്ലിയിൽ വലിയൊരു ഷോട്ടിന് ശ്രമിക്കവേ ബൗണ്ടറി ലൈനിൽ നിന്നിരുന്ന ഫീൽഡർ ലിയാം ഡോസന് അനായാസമായ ഒരു ക്യാച്ച് നൽകി അദ്ദേഹം മടങ്ങിപ്പോയതോടെ ഇന്ത്യയ്ക്ക് ആദ്യ പ്രഹരമേറ്റു. അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷം 3-ാം നമ്പറിലെ ഏറ്റവും നിർണായകവും ഉത്തരവാദിത്തം നിറഞ്ഞ സ്ഥാനത്ത് ബാറ്റിംഗിന്റെ ചുക്കാൻ പിടിക്കാൻ ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായ നായകൻ ശ്രേയസ് അയ്യർ തന്നെയാണ് മൈതാനത്തേക്കിറങ്ങിയത്. ക്രീസിൽ കാലുകുത്തി പിച്ചിന്റെ സ്വഭാവം നന്നായി മനസ്സിലാക്കിയ ശേഷം ശ്രേയസ് അയ്യർ അങ്ങേയറ്റം ഭയാനകവും നിർഭയവുമായ ബാറ്റിംഗ് ശൈലിയാണ് പുറത്തെടുത്തത്. അത് ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ മുഴുവൻ ബൌളിംഗ് നിരയെയും അവരുടെ തന്ത്രങ്ങളെയും പൂർണ്ണമായും തച്ചുതകർത്തു. ശ്രേയസ് അയ്യരുടെ അതുല്യ ക്ലാസിക് ടൈമിംഗും അദ്ദേഹത്തിന്റെ മിന്നൽ വേഗത്തിലുള്ള റിഫ്ലക്സുകളും ഹാൻഡ് ഐ കോർഡിനേഷനും ഇന്ന് ട്രെന്റ് ബ്രിഡ്ജിന്റെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് കാണപ്പെട്ടത്. എന്നാൽ നോട്ടിംഗ്ഹാമിലെ ഈ ചരിത്ര ദിവസം പൂർണ്ണമായും മറുഭാഗത്ത് നിന്നിരുന്ന ഇന്ത്യയുടെ ഭാവി വാഗ്ദാനവും
യുവ എക്സ്പ്രസ് സലാം ബാറ്ററുമായ മഹാനായകൻ വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ് എഴുതപ്പെട്ടത്. വൈഭവ് മൈതാനത്തിന്റെ 4 ഭാഗത്തും ബൗണ്ടറികളുടെയും സിക്സറുകളുടെയും അവിശ്വസനീയമായ ഒരു സുനാമിയാണ് അഴിച്ചുവിട്ടത്. ഇംഗ്ലീഷ് പാളയത്തിലെ ഒരു ബൌളർക്കും ഇതിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. വൈഭവ് സൂര്യവംശിയുടെ കൈക്കുഴകളുടെ മാന്ത്രികതവും അസാമാന്യമായ ഫുട്വർക്കും ഇന്ന് ജീവന്റെ ഏറ്റവും മികച്ചവും ഭയപ്പെടുത്തുന്ന പരകോടിയിലായിരുന്നു. ക്രീസിൽ നിലയുറപ്പിച്ച ശേഷം ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രഗത്ഭനായ സ്പിന്നർ ലിയാം ഡോസിന്റെ ടേൺ ചെയ്യുന്ന പന്തുകളെ ബഹുമാനിക്കുന്നതിന് പകരം അങ്ങേയറ്റം വിനാശകരമായ ഒരു പ്രത്യാക്രമണ തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇന്ത്യൻ ബാറ്റർമാരുടെ റണ്ണൊഴുക്കിന് കടിഞ്ഞാണിടാൻ ലിയാം ഡോസൻ തന്ത്രപരമായി പന്തിന്റെ വേഗത കുറച്ച് ഫ്ലൈറ്റ് നൽകി എറിഞ്ഞപ്പോൾ പൂർണ്ണമായും ചാർജ് ചെയ്യപ്പെട്ട വൈഭവ് മിന്നൽ വേഗം പ്രകടിപ്പിച്ച് കാൽ ക്രീസിൽ നിന്ന് അല്പം പുറത്തേക്ക് വെച്ച് കൈകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇൻസൈഡ് ഔട്ട് ഷോട്ടുകളിലൂടെ എക്സ്ട്രാ കവർ ലോങ് ഓൺ ബൗണ്ടറികൾക്ക് മുകളിലൂടെ തുടർച്ചയായി അതിഗംഭീരമായ സിക്സറുകളും ഫോറുകളും ഗാലറിയിലേക്ക് അടിച്ചുകയറ്റി ഇംഗ്ലീഷ് ഫീൽഡർമാരെ വെറും കാഴ്ചക്കാരാക്കി മാറ്റി. യുവ വൈഭവ് സൂര്യവംശിയുടെ ഈ രൗദ്രഭാവം കണ്ട് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും പരിശീലകനും പൂർണ്ണമായും സ്തബ്ധരായി. ബൗണ്ടറികളുടെ വെടിക്കെട്ട് തീർത്തുകൊണ്ട് വെറും 26 പന്തുകളിൽ നിന്ന് തന്റെ ശക്തവും ചരിത്രപരവുമായ T20 അർദ്ധശതകം അദ്ദേഹം പൂർത്തിയാക്കി. അതിനുശേഷവും അദ്ദേഹത്തിന്റെ ബാറ്റ് ശാന്തമാകാൻ തയ്യാറായിരുന്നില്ല. മറുഭാഗത്ത് അവസരം ലഭിച്ചപ്പോൾ നായകൻ ശ്രേയസ് അയ്യറും 30 റൺസിന്റെ മികച്ച ഇന്നിംഗ്സ് കളിച്ചെങ്കിലും അദ്ദേഹം പുറത്തായതിനു പിന്നാലെ മധ്യനിരയിൽ തിലക് വർമ്മ 14 റൺസിനും ഇഷാൻ കിഷൻ 12 റൺസിനും വേഗത്തിൽ മടങ്ങിയത് മത്സരത്തെ വീണ്ടും കടുത്ത സമ്മർദ്ദത്തിലാക്കി. ഇടവേളകളിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും യുവതാരം വൈഭവ് സൂര്യവംശി ഒരു പാറ പോലെ ഒരറ്റത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു. മത്സരം അവസാന 2 ഓവറുകളുടെ ആവേശകരമായ ഘട്ടത്തിലെത്തിയപ്പോൾ ഇന്ത്യക്ക് വിജയിക്കാൻ 35 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യമാണ് മുന്നിലുണ്ടായിരുന്നത്. ഈ കഠിന സാഹചര്യത്തിൽ വൈഭവ് തന്റെ കരുത്തു പ്രകടിപ്പിച്ച് സാം കരൻ എറിഞ്ഞ 19ാം ഓവറിൽ 2 ഭീമാകാരമായ സിക്സറുകളും ഒരു ബൗണ്ടറിയും പായിച്ച് ഇന്ത്യയെ ഈ മത്സരത്തിൽ ശക്തമായി നിലനിർത്തി. ഇപ്പോൾ ഈ ആവേശകരമായ പോരാട്ടം അതിന്റെ അവസാന ഓവറിലെ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന ഡെത്ത് ഓവർ നിമിഷങ്ങളിലേക്ക് എത്തിയിരുന്നു. ചരിത്ര വിജയത്തിൽ നിന്ന് അല്പം മാത്രം അകലെയായിരുന്ന ഇന്ത്യൻ ടീമിന് ഈ മത്സരം സ്വന്തമാക്കാൻ അവസാന 6 പന്തുകളിൽ 17 റൺസ് എന്ന വലിയ ലക്ഷ്യമാണ് മുന്നിലുണ്ടായിരുന്നത്. ഓൾറൗണ്ടർ ശിവം ദുബൈക്കൊപ്പം 111 റൺസുമായി അപരാജിതനായി നിൽക്കുന്ന മഹാനായകൻ വൈഭവ് സൂര്യവംശിയായിരുന്നു ക്രീസിൽ. ഗാലറി മുഴുവൻ കാണികളുടെ ആവേശത്താൽ പ്രകമ്പനം കൊണ്ടിരുന്നു. അവസാന ഓവർ എറിയാനുള്ള വലിയ ഉത്തരവാദിത്തം ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് തന്റെ ഏറ്റവും വിശ്വസ്തനായ ഫാസ്റ്റ് ബൌളർ ജോഫ്ര ആർച്ചറെ ഏൽപ്പിച്ചപ്പോൾ സ്ട്രൈക്കിംഗ് എൻഡിൽ കാലന്റെ രൂപത്തിൽ തയ്യാറായി നിൽക്കുകയായിരുന്നു വൈഭവ്. ആർച്ചർ ഓവറിലെ ആദ്യ പന്ത് കാട്ടിൽ അല്പം സ്ലോവർ ഫുൾ ടോസായി എറിയുന്ന വലിയ തന്ത്രപരമായ പിഴവ് വരുത്തിയപ്പോൾ വൈഭവ് അതിവേഗം ക്രീസിൽ മുട്ടുകുത്തി തന്റെ മാന്ത്രിക കൈക്കുഴകളുടെയും ബാറ്റിന്റെയും മുഴുവൻ കരുത്തും ആവാഹിച്ച് ഡീപ് മിഡ് വിക്കറ്റ് ബൗണ്ടറിക്ക് മുകളിലൂടെ ഒരു ഭീമാകാരമായ സിക്സർ പറത്തിക്കൊണ്ട് സ്റ്റേഡിയത്തിലെ ഇന്ത്യൻ ആരാധകരെ ആവേശത്തിന്റെ കൊടിമുടിയിലെത്തിച്ചു. ഈ വമ്പൻ പ്രഹരത്തിന് ശേഷം കടുത്ത സമ്മർദ്ദത്തിലായ ആർച്ചർ അടുത്ത 2 പന്തുകളിൽ കാലിന്റെ വിരലുകളെ ലക്ഷ്യമാക്കി കൃത്യമായ 2 യോർക്കറുകൾ എറിഞ്ഞു. പൂർണ്ണ ശക്തി പ്രയോഗിച്ചിട്ടും ഇന്ത്യൻ ബാറ്റർമാർക്ക് ഈ 2 പന്തുകളിൽ നിന്ന് 2 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഇന്ത്യക്ക് വിജയിക്കാൻ അവസാന 3 പന്തുകളിൽ 9 റൺസ് എന്ന വലിയ സംഖ്യ ആവശ്യമായിരുന്നു. 4ാമത്തെ പന്തിൽ ശിവം ദുബൈ പന്ത് വിവേകം പ്രകടിപ്പിച്ച് അതിവേഗം ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് വീണ്ടും സെഞ്ചുറി വീരനായ വൈഭവിന് കൈമാറി. 5ാമത്തെ പന്തിൽ ആർച്ചർ ഓഫ് സ്റ്റമ്പിന് പുറത്ത് മറ്റൊരു കൃത്യമായ യോർക്കർ എറിയാൻ ശ്രമിച്ചെങ്കിലും വൈഭവ് സമർത്ഥമായി ബാറ്റിന്റെ മുഖം പൂർണ്ണമായും തുറന്ന് പന്തിനെ 3rd മാൻ ബൗണ്ടറിക്ക് പുറത്തേക്ക് 4 റൺസിനായി പായിച്ചു. ഇപ്പോൾ ഈ മഹാപോരാട്ടത്തിന്റെ അവസാനത്തെ ഒറ്റ 1 പന്ത് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇന്ത്യൻ ടീമിന് ഈ ചരിത്ര വിജയവും പരമ്പരയും സ്വന്തമാക്കാൻ കേവലം ഒരു സിംഗിളോ ഡബിളോ അല്ല വിലപിടിപ്പുള്ള 4 റൺസ്, അതായത് ഒരു ബൗണ്ടറിയോ സിക്സറോ തന്നെ അനിവാര്യമായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ പൂർണ്ണ നിശബ്ദതയിലായിരുന്നു. ഫീൽഡർമാരെല്ലാം അതിർത്തി രേഖയിൽ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. ജോഫ്ര ആർച്ചർ തന്റെ നീളമേറിയ റണ്ണപ്പിൽ നിന്ന് ഓടിയെത്തി ആ അവസാന പന്തെറിയാൻ തയ്യാറായി. മത്സരം ഒറ്റയടിക്ക് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാലിന്റെ വിരലുകളെ ലക്ഷ്യമാക്കി കൃത്യമായ ഒരു യോർക്കർ എറിയാൻ ആർച്ചർ ശ്രമിച്ചെങ്കിലും കടുത്ത സമ്മർദ്ദം കാരണം പന്ത് അദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്ന് ചെറുതായി വഴുതിമാറി. അത് ലെഗ് സ്റ്റംപ് ലൈനിൽ തികച്ചും അനായാസമായ ഒരു ലോ ഫുൾ ടോസാണ് മാറി. സ്ട്രൈക്കിലുണ്ടായിരുന്ന ധൈര്യപരമായ ബാറ്റർ വൈഭവ് ഈ പന്തിനോട് യാതൊരു ദയയും കാണിച്ചില്ല. തന്റെ മുൻകാൽ ശക്തമായി പുറത്തേക്ക് വെച്ച് ബാറ്റിന്റെ പൂർണ്ണ മുഖവും തുറന്ന് പന്തിനെ കൃത്യം നടുവിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഡീപ് സ്ക്വയർ ലെഗ് സ്റ്റാൻസിന് മുകളിലൂടെ ഒരു ഭീമാകാരമായ സിക്സർ പറത്തിക്കൊണ്ട് ഈ മഹാപോരാട്ടത്തിന് അങ്ങേയറ്റം ഗംഭീരവും അവിസ്മരണീയവും രോമാഞ്ചകരവുമായ ഒരു അന്ത്യം കുറിച്ചു. ഈ അവസാനത്തെ ചരിത്രപ്രസിദ്ധമായ സിക്സറോടെ ഇന്ത്യൻ ടീം നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 227 റൺസ് എന്ന ലക്ഷ്യം മറികടന്ന് ഇംഗ്ലണ്ടിനെ അവരുടെ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ 4 വിക്കറ്റിന്റെ അത്യാവേശകരവും ചരിത്രപരവുമായ ഒരു വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടു. പന്ത് അതിർത്തി കടന്ന നിമിഷം തന്നെ മൈതാനമാകെ പ്രകമ്പനം കൊണ്ടിരുന്നു. ഇന്ത്യൻ താരങ്ങൾ അലറിക്കൊണ്ട് മൈതാനത്തേക്ക് ഓടിയെത്തുകയും ഈ ചരിത്ര വിജയത്തിന്റെ യഥാർത്ഥ ശില്പിയും സെഞ്ചുറി വീരനുമായ വൈഭവ് സൂര്യവംശിയെ തങ്ങളുടെ ചുമലിലേറ്റുകയും ചെയ്തു. എല്ലാ കളിക്കാരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഈ മഹാവിജയം ആഘോഷിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലും മത്സരം തട്ടിയെടുക്കാനുള്ള കലയും ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത പോരാട്ടവീര്യവും ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ തങ്ങളുടെ അജയ്യമായ ആധിപത്യത്തിന്റെ കൊടിയും ലോകത്തിനു മുൻപിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ വിജയത്തിലൂടെ ഒന്നുകൂടി ശക്തമായി പാറിച്ചു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.